നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നവരാത്രി 2-ാം ദിവസമാണ്. ഇന്നലെ പ്രഥമ, ഇന്ന് ദ്വിതീയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നേരത്തെ എൻ്റെ കുളിച്ച് യോഗയൊക്കെ ചെയ്ത് ഇന്നും ഞങ്ങളുടെ യോഗയിൽ ലളിതാ സഹസ്രനാമം എഴുതി വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഉണ്ടാക്കണേ. പുട്ടും കടലയുണ്ട്, പുട്ടും പഴവും ഉണ്ട്. ഏത് വേണമെങ്കിലും കഴിക്കാം. ചെറുതായിട്ട് ലഘുഭക്ഷണം അധികം കഴിക്കണ്ട. അധികം കഴിച്ച് വയറ് നിറയ്ക്കണ്ട, കുറച്ച് കഴിക്കുക. കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ഇരിക്കാം. പഴം എടുക്കാനായിട്ടല്ലേ? എനിക്ക് കടല വേണ്ട, പഴം മാത്രം മതി. എടുത്തോളൂ. നല്ല എന്ത് പഴം എന്ന് പറയാൻ അറിയോ? എൻ്റെ പേര് നമ്മുടെ ഉപ്പ്ളിയത്തുള്ള ഞാലിപ്പൂവനാണ് കേട്ടത്. കുറേ ഞാലിപ്പൂവൻ കുറേ ഉണ്ട്. ഇത് ഏറ്റവും ചെറിയ കൊലയാണ്. ഇത് കൊടുത്തില്ല, നമ്മൾക്ക് വീട്ടിൽ എടുക്കാമെന്ന് വെച്ചു. നല്ല കുറേ കൊലകൾ കൊണ്ട് കൊടുത്തു കേട്ടോ. ഇതാ കഴിച്ചോളൂ. ഞാലിപ്പൂവൻ വാഴക്കുലകൾ ഞാന്ന് കളിക്കാറുണ്ടോ? പാട്ട് കേട്ടില്ലേ? ഞാലിപ്പൂവൻ വാഴക്കുലകൾ ഞാന്ന് കളിക്കാറുണ്ടോ, അവിടെ ഞാന്ന് കളിക്കാറുണ്ടോ ഒരു പാട്ടുണ്ട് കേട്ടോ. കേട്ടണ്ട? നിങ്ങൾ കേട്ടണ്ട? ഏത് വാക്ക് എടുത്താലും പാട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ കഴിക്കുന്നത് ഞാലിപ്പൂവൻ്റെ പഴവും പിന്നെ അതായത് നമ്മുടെ വീട്ടിലുണ്ടായ പഴം. ഞാനങ്ങനെയാവില്ല അല്ല കഴിക്കാൻ ടീച്ചറെ കഴിയുമ്പോൾ. പക്ഷെ എനിക്ക് അതല്ല ശരി. സാരിയുടെ അത് ശരിയാവും. സാരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അതായത് ഇന്നലത്തെ സാരി കൊടുത്തപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു. ഒരാൾ മീൻസ് ഞാൻ പഠിപ്പിച്ചത് കുട്ടിയാണ് കേട്ടോ. ഇന്നലെ കൊടുത്തത് റോസ് നീര കരയുള്ളതല്ലേ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് എല്ലാ സാരി ഇഷ്ടം തന്നെ. കുറച്ച് നാളായി മേടിച്ചിട്ട്. അപ്പോൾ ഒരു കുട്ടിയോട് പറഞ്ഞു, ടീച്ചറെ ഈ സാരി കുറേ പ്രാവശ്യമായിട്ട് കൊടുക്കണോ, ഇത് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞതിനോട്. ശരിയാട്ടാ, എല്ലാവർക്കും എൻ്റെ സാരി കണ്ട് മടുത്തുണ്ടാവും അല്ലേ? തയ്ക്കണം. സിന്ധു വരെ പറയാറുണ്ട് ടീച്ചറോട് സാരി പഠിക്കാൻ പറയുന്നു. സാരിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഓണത്തിന് കുറേ സാരി മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം തന്നെ ഇതേപോലത്തെ കുറേ സാരി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നില്ല അല്ലേ? കുറച്ച് കാണിച്ചു തന്നപ്പോൾ ഒന്നും കാണിച്ചു തന്നിട്ടില്ല. കാണിച്ചതാ 2 നീല ഒന്നും ജസ്റ്റ് എടുത്തോളാൻ പറഞ്ഞത്. ഓക്കെ. അപ്പം ഞങ്ങൾ സാരി എടുത്തിട്ടുണ്ട്. രാജേട്ടൻ എനിക്ക് 5 സാരി വാങ്ങിച്ചു തന്നു. അതിനും 4 സാരി വാങ്ങിച്ചു തന്നു. വീട്ടിലെടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പട്ട് സാരിയാണ് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. പട്ട് എന്ന് വെച്ചാൽ വീട്ടിൽ ഉടുക്കാൻ പറ്റാത്ത പോലത്തെ, പുറത്തേക്ക് മാത്രം ഉടുക്കാൻ പറ്റുന്ന സാരി തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് തയ്ക്കാൻ കൊണ്ടുപോകണോ? അല്ലെങ്കിൽ ആൾക്കാരെന്നെ ഇങ്ങനെ പറയും. നമ്മളിപ്പോൾ പഴയതിലല്ല കാര്യം. എന്തിനാ കാര്യം? നീറ്റായിട്ട് ഉടുക്കുക, നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കുക. നിങ്ങൾ സുന്ദരനോട് പറയണേ, അമ്മൂമ്മ എന്ത് വേഗം സാരി ഉടുത്ത് കഴിഞ്ഞത്. അവൾ കാലത്ത് എൻ്റെ കൂടെ കിടന്നത് പിന്നാന്ന് വന്നിട്ടേ. അപ്പോൾ അവള് എണീറ്റപ്പോഴും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് സാരി ഇട്ടിരുന്നു. അപ്പോൾ അമ്മൂമ്മയുടെ സാരി എത്ര വേഗം ചുറ്റി കഴിഞ്ഞത്, എന്ത് ഭംഗിയായിട്ടാകുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ ഞാൻ ഇട്ടണമെന്ന് വിചാരിക്കാമെന്ന്. അമ്മൂമ്മ ഇട്ടോ, ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ലതാണ്. എൻ്റെ അമ്മയ്ക്കൊന്നും ശരിക്കും സാരി കൊടുക്കാൻ അറിയില്ല എന്ന് പറയണതാ. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ ചെറിയമ്മ ചേച്ചിയില്ലേ, മറ്റു ദൂരത്തെ ബിജുവിൻ്റെ അമ്മ ചേച്ചി സാരി ഇട്ട് സ്കൂളിൽ പോകും. ജോലിക്ക് പോകുമ്പോൾ സാരി ഇട്ടും. ഇത് സാരിയൊക്കെ ചുറ്റി കഴിഞ്ഞാൽ അന്ന് നിലക്കണ്ണാടി ഒന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ കണ്ണാടി, ഒരു ചെറിയ കണ്ണാടി ഇങ്ങനെ ജനാലയമ്മയൊക്കെ വെക്കില്ലേ, അങ്ങനത്തെ കണ്ണാടി മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് കുഞ്ഞ് കണ്ണാടി, അത് ജനാലയമ്മ ഇങ്ങനെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ചുമരുമ്പോൾ ഇങ്ങനെ തൂക്കിയിടും. അതിന് മുഖം മാത്രമേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചി എന്താ ചെയ്യുന്നറിയോ? വലിയ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ചുമരുമ്പോൾ വെച്ചിട്ടുണ്ട്. വലുതാണ് കണ്ണാടി. അത് ചില്ലിട്ടുണ്ടല്ലോ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നോക്കും. ശരിയായിട്ടില്ലേ? ആ കണ്ണാടിയിൽ ഗുരുവായൂരപ്പനല്ല നോക്കണേ. ഞാൻ സാരി എടുത്ത് ഭംഗിയായിട്ടില്ലേ ഇങ്ങനെ ആ കണ്ണാടി ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ നോക്കിയിട്ട് വലിയതാണ്. അതിൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കും.
എന്നിട്ടാണ് സ്കൂളിൽ പോവുക ചേച്ചി. പിന്നെ നമ്മളിങ്ങനെ കുട്ടിക്കാലത്ത് ടീച്ചറാവില്ലേ, നമ്മൾ കൊഞ്ചു കുട്ടിക്കാലത്ത് ടീച്ചറായിട്ടൊരു തോർത്ത കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ തോടിക്കൂടെ ഇട്ടിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. ആരെ കുട്ടികൾ കുറേ ചെടികളാണ്, വാഴ, അടയ്ക്ക, മരം വെക്കുന്നത് നമ്മുടെ കുട്ടികൾ ഒരു വഴി തടിക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്തല്ലേ അങ്ങനെ കളിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ജേഴ്സി കളിച്ചില്ലേ? അങ്ങനെ പെൺകുട്ടികളൊക്കെ അങ്ങനെ കളിക്കുക, അച്ഛനമ്മമാരായിട്ട് കളിക്കും വീട്ടിൽ അല്ലേ. പിന്നെ നമ്മൾ കളിക്കുക ടീച്ചറായിട്ടാണ് പിന്നെ കളിക്കുക, വടി പിടിച്ച് സാരി കൊടുത്ത് ഇങ്ങനെ കളിക്കും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ റെഡിമെയ്ഡ് സാരി ഉണ്ട് അല്ലേ. കണ്ണാടിക്ക് എല്ലാ സ്ഥലത്തും നിലക്കണ്ണാടി, നമ്മുടെ റൂമിൽ എല്ലാ റൂമിലും വലിയ കണ്ണാടി. എന്താ സൗകര്യമല്ലേ നമുക്ക്, കാലം പോയപ്പോഴുള്ള മാറ്റങ്ങളേ. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ സാരി കോളേജിൽ പോകുമ്പോൾ ഞാൻ ഡാവണിയായിരുന്നു, സാരിയല്ല. ഡാവണി എടുത്ത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പതുക്കെ സാരിയായി. അങ്ങനെ സാരി അപ്പം ഞാൻ പഠിച്ച് എൻ്റെ കൂടെയുള്ള മേരി ജോസഫ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്, എൻ്റെ ഒപ്പം പഠിച്ച ടീച്ചർ തന്നെയാണ്. എന്നൊരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ മേരി സാരി ഉടുക്കുക, നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കും. അത് കണ്ട് ഞാനും പഠിച്ചു വന്നില്ല. പിന്നെ സാരി ഉടുത്ത് സ്പീഡായി. നമുക്ക് നേരല്ല, കാലത്തെണീക്കുക, കുളിക്കുക, ഡ്രസ്സ് മറിച്ചിട്ട് കിടക്കാൻ സാരി ഉടുത്തിട്ട് ഇങ്ങനെ വേഗം ഞെറിഞ്ഞ് കുത്തിയിട്ട് ഓട്ടണം സ്കൂളിലേക്ക്. പിന്നെ വന്നിട്ട് അത് മാറിയിട്ട് വേറെ സാരി ഉടുക്കും. അങ്ങനെ വീട്ടിൽ സാരി തന്നെയായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നൈറ്റിയൊക്കെ വാങ്ങിയത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ചുരിദാറൊക്കെ വാങ്ങിയത്. ഇപ്പം ചുരിദാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടം സാരിയാണ്. ജേഴ്സിക്ക് ഇഷ്ടം ചുരിദാറാവും അല്ലേ? സാരി ഇഷ്ടമാണ്. എളുപ്പത്തിന് ചുരിദാറാക്കി മാത്രം. ടൂർ പോകുമ്പോഴൊക്കെ നമുക്ക് യാത്രയ്ക്ക് എന്നാലും ഈ സാരി ഒരു അസൗകര്യം എന്ന് ഞാൻ പറയില്ല, ആരെന്ത് പറഞ്ഞാലും. ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് ഇതിരി വീട്ടിലെടുക്കണ സാരി, ഈ സാരി കൊടുത്ത് മടുത്തു എനിക്ക് മടുത്തിട്ടൊന്നുമില്ല, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് മടുത്തു എന്നാണ് പറയണത്. അത് കാരണം കൊണ്ട് സാരി അല്ല ചെറിയ തയ്പ്പ്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഒരു സാരി ഉണ്ട് തയ്ക്കണം. തയ്ക്കാനായിട്ട് ഉള്ള കുറച്ച് സാരികളാണ് കേട്ടോ. ഇതേ ഞാൻ ജയശ്രീ കാണിച്ചതില്ലേ, ഇങ്ങനത്തെ സാരി. ഇതാണ് ഞാൻ ജയശ്രീക്ക് കൊടുക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ജയശ്രീക്ക് ഇത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ നീലെടുത്ത് ജയശ്രീ വേറെ ജയശ്രീ നീല കാണണമെങ്കിൽ രക്ഷയില്ല കേട്ടാ, ഞാൻ എപ്പോഴെങ്കിലും എടുത്തുണ്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ മഞ്ഞാട്ടാ, മഞ്ഞ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്, നല്ല അടിപൊളി അല്ലേ. ഇത് ഗാർഡൻ്റെ പണ്ടത്തെ ഗാർഡൻ ഇല്ലേ, പണ്ട് കാലത്ത് ഇപ്പോൾ ഇടയ്ക്ക് ഉണ്ടാവാൻ ഞാൻ ഗാർഡൻ വാങ്ങാറില്ല, പക്ഷെ വീട്ടിൽ ചുറ്റാനായിട്ട് ഗാർഡൻ്റെ ഒരു സാരി അങ്ങനത്തെ വാങ്ങിച്ചു. ഇതും ഗാർഡൻ തന്നെയാട്ടോ. ഇത് നിർത്തി നോക്കണ? നിർത്തിയില്ലേ? അതിന് ഞാൻ മഞ്ഞ ബ്ലൗസ് വാങ്ങിയില്ലേ, ഇതാ മേടിച്ചോ, ഈ കളറാണ് വാങ്ങിച്ചേട്ടോ, മാച്ചല്ലേ. ഇതങ്ങനെ ഇതൊക്കെ വീട്ടിലിട്ടുള്ളതാ കേട്ടോ. പിന്നെ എനിക്ക് ഇല്ലാത്തൊരു കളറ് ഇതേ, അടിപൊളി ഇഷ്ടമായ. അവരെന്നോട് പറഞ്ഞേ, കടയിലത്തെ ആൾക്കാർ പറഞ്ഞേ, പെൺകുട്ടികളില്ലേ, അവർ പറഞ്ഞു അയ്യോ നല്ലത് ചേച്ചിയെ, ഇത് നല്ലത് ചേച്ചി. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കളർ ഇഷ്ടമില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് എന്താണാവോ അതത്ര ഇഷ്ടമില്ല. അതെ നീർത്തുമ്പോൾ ഭംഗിയുണ്ട് കേട്ടോ. അതെ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ബ്ലൗസ് ഇത് ഉണ്ടാ. പിന്നത്തെ സാരി ഇതാട്ടാ. എനിക്ക് ഇങ്ങനത്തെ ഒരു സാരി ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. ഇത് സാധാരണ സാരി കേട്ടോ, ഇല്ല അത് മറ്റേതല്ല, ഗാർഡനല്ല. ബ്ലൗസ് ഇത് ലൈനിങ് അല്ലേ, കുഴപ്പമില്ല അല്ലേ. അതതിൻ്റെ ലൈനിങ്. ഞാൻ ഓണത്തിന് കൊടുത്തു ഞാൻ, കാരണം വെച്ചാൽ ഈ നീല ഇട്ടിട്ടേ, ഈ കരിനീല ഇട്ടു, ഇങ്ങനത്തെ നീല ഇട്ടിട്ട് അത് കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ വേറെ മേടിച്ചിട്ടില്ല, നീല ഇടാന്ന് വിചാരിച്ചു. ഏത് നീല വേണമെങ്കിലും ഇടാം. കണ്ട മുന്താണി, ഇതും ഗാർഡൻ തന്നെയാട്ടോ. 3 ഗാർഡൻ മേടിച്ചു. അപ്പോൾ 5 സാരിയാണ് രാധേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നത്. എന്തിനാണെന്നറിയോ, ഈ സാരികളൊക്കെ മാറ്റിയിട്ട് പുതിയത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് കേട്ടോ മഞ്ഞ. അതിന് ബ്ലൗസ് ഉണ്ട് തോന്നുന്നു അതിനുള്ളിൽ. വിത്ത് ബ്ലൗസ് ഉണ്ട്, കാണിച്ചു തരാം ബ്ലൗസ് ഒക്കെ. അതിൻ്റെ കണ്ടാ ഈ പുള്ളി ബ്ലൗസാ. നല്ല
പൈപ്പ് കളർ കടലാസ് പോലെ ഞാൻ തയ്ക്കാനായിട്ടേ ജയശ്രീ തരാൻ വെച്ചതാ. കളർ ടീച്ചർക്കില്ല. ഇല്ലാത്ത കളറാ. അതിൻ്റെ തന്നെ പച്ച വേറെ ഡിസൈൻ വ്യത്യാസമുണ്ട്. പച്ച അതിനും ബ്ലൗസ് ഉണ്ട് കേട്ടോ. കളറില്ല ടീച്ചർക്ക്. ഈ കളറിൽ ഉണ്ടായിരുന്നു ആദ്യം. അതാ ബ്ലൗസ്. പ്ലെയിൻ നല്ലതാ, ഏതിനോടൊക്കെ ഉപയോഗിക്കാം. ബ്ലൗസ് അതിലുണ്ടോ? ഇത് പച്ച ബ്ലൗസ്. ഞാൻ 2 എണ്ണം നീല ഉണ്ടായിരുന്നല്ലോ. കൃഷ്ണയുടെ തോട്ടം ഞാൻ കൊണ്ടുവന്നതാ. തയ്ച്ചോ? ഞാൻ കൊടുത്തു. അന്ന് പറഞ്ഞാളിന് മേടിച്ചെന്നില്ലേ, അതിൻ്റെ ബ്ലൗസാട്ടോ. ഇത് നമ്മുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റാണ് കേട്ടോ. ഇത് അടിപൊളി അല്ലേ? നല്ല കളറ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. വലിയ കസവുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ. എനിക്ക് ആകെ ഒരു സെറ്റ് മുണ്ട് കിട്ടിയത് ഇതാണ് ഗിഫ്റ്റായിട്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ഇത് നെയ്ത്താത്രേ. കണ്ട തൊടുമ്പോൾ ഇങ്ങനെ നല്ല സ്റ്റഫൊക്കെയാണ്. ഇതാ ബ്ലൗസ്. ഈ നീല നമുക്കുണ്ടല്ലോ, തൈക്കിടയിലുണ്ടാവും. അതിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും തൈക്കിടാം. കളയാൻ പറ്റില്ലേ? അങ്ങനെ ഉണ്ടത്. നല്ല കളറല്ലേ? എനിക്ക് ഇഷ്ടമായി. അടിപൊളി അല്ലേ? ബ്ലൗസ് ഈ കളർ. ഇതിൻ്റെ നല്ല കസവൊക്കെ. ഇത് തലയോ? കസവ്. അല്ല, ബ്ലൗസ് അപ്പുറത്തുണ്ടാവും. എവിടത്തേനാ? ഇതാണ് ബ്ലൗസ് ചേച്ചി. അടിപൊളിയാ. ഇത് ബ്ലൗസ് നല്ല. പക്ഷെ ഇതിൽ കാണാൻ കളർ. പക്ഷെ അതിൽ നീല കളറാണ് കാണണല്ലേ? ഇത് പീകോക്ക്, അത് നീല. ഇത് അതിൻ്റെ തന്നെ വേറെ ഒരു കളറാണ് ഇത്. ഇത് അതിൻ്റെ തന്നെ. പക്ഷേ ടീച്ചർക്ക് ഇത് ഭംഗിയുണ്ടാവും. അതിൻ്റെ അതാണ് ജാക്കറ്റ് കേട്ടാ. ജാക്കറ്റ് ഇത് മടക്കി വെക്കണ്ട. ഇനി പട്ട് സാരി പോലത്തെ സാരി നിറവും. അതിൻ്റെ ബ്ലൗസ് കളറിൽ പച്ചയായിരിക്കും ഒരു പക്ഷേ. മുന്താണി പച്ചയാണേ. അല്ല, മുന്താണി പച്ചയാകുമ്പോൾ ബ്ലൗസും ഇത് ഇതാണ് ബ്ലൗസ് അല്ലേ? ഇത് മുന്താണി അറ്റം കണ്ട അല്ലേ? അല്ലേ? ഇതാണ് ബ്ലൗസ് കേട്ടോ. ദിസ് ഈസ് ബ്ലൗസ്. ഇത് സാരി. പിന്നെ ഇത് പച്ച. പക്ഷെ ഈ ബ്ലൗസ് എനിക്ക് ഇങ്ങനത്തെ അപ്പം തയ്ക്കണ്ട, തുന്നിയാൽ മതി. ഇതിൻ്റെ ഒന്ന് അരടിച്ചാൽ മതി. ഈ ബ്ലൗസ് പച്ച. അതെ, ഇത് സാരിയല്ല. ഡിസൈനുള്ള സെറ്റ് ഇതൊക്കെ ഉണ്ട്. തൊങ്ങലൊക്കെ ഉണ്ട് കണ്ട. അതിൻ്റെ ബ്ലൗസ് ഉണ്ടാവില്ല അല്ലേ? ബ്ലൗസ് ഉണ്ടാവണമല്ലോ. ഇത് ബ്ലൗസ് തോന്നുന്നുണ്ട്. മേദിൻ്റെ ചിലപ്പോൾ വിത്ത് ബ്ലൗസ് നൽകും. ഫുള്ള് ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇല്ലേ? ഉണ്ടാവില്ലേ? നോട്ടെ കേട്ടാ. നല്ല ഭംഗിയില്ലേ കാണാൻ? കൈ കറിയുണ്ട്, കാണാൻ പറ്റില്ലല്ലേ ശരിക്കും. ഓക്കെ, വേണ്ട. ഇതൊക്കെ മടക്കണ്ടേ നീ? ഇതേ വേറെ ഒരെണ്ണം. അത് ഇങ്ങനെ മടക്കിയിട നീളത്തിൽ. ഇത് ബ്ലൗസല്ല, മുന്താണി. ഇത് കളർ നോക്കൂ. ഇത് ബ്ലൗസ്. അടിപൊളി. ഇതേ എനിക്കില്ലാത്തൊരു കളറാണ്. അതിൽ നോക്കുമ്പോൾ കുറവ് തോന്നാ, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഇത് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എല്ലാ സാരിയും ഭംഗിയുണ്ട്. നമുക്കിതെല്ലാം മടക്കി വെക്കാം കേട്ടോ. അതിൽ കുറച്ചെണ്ണം കൊണ്ടുപോയിട്ട് തയ്പ്പിക്കാം കേട്ടോ.
അപ്പോൾ ഇനി പുതിയ സാരി ഇട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ് പിടിക്കാൻ നമുക്ക് എന്താ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.